ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് കുഞ്ഞുകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ നേന്ത്രപ്പഴം ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. ചെറിയ ചെറിയ സ്ലൈഡ്സ് ആയിട്ടിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത പൊടിയും അതിലേക്ക് നവര റൈസിൻ്റെ പൊടി ഉണക്കി പൊടിച്ചതുമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ നവര റൈസില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പുട്ടുപൊടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ആയിട്ട് സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ് ഇത്. നേന്ത്രപ്പഴം നമുക്കറിയാലോ, നല്ല സൂപ്പറാണ് വെയിറ്റ് ഗെയിൻ ആയിട്ട് കുട്ടികൾക്ക്. ഇപ്പം നിങ്ങൾ ബൾക്കായിട്ട് നേന്ത്രപ്പഴം വാങ്ങിച്ചു വെച്ചിട്ട് അത് സ്ലൈഡ്സ് ആക്കിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് നമുക്കത് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സുഖമായിരിക്കും. അല്ലെങ്കിൽ നോർമലായിട്ട് നേന്ത്രപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി അതിൻ്റെ മറ്റേ കറുത്ത പോർഷൻ കളഞ്ഞിട്ട് അടിച്ചു കൊടുത്താലും മതിയും. പക്ഷെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കണമെങ്കിൽ ഇതുപോലെ ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് കുറേ നാളത് യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാനിപ്പോൾ പനങ്കൽക്കണ്ടാണ് സ്വീറ്റ്നെസ്സിന് വേണ്ടി ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഓപ്ഷണലാണ്. നിങ്ങൾ കുട്ടിക്ക് സ്വീറ്റ് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് ഞാനൊരു 2 സ്പൂണോളം പൊടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കുറുക്കി വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 6 മന്ത്സിന് ശേഷമുള്ള ബേബീസിനൊക്കെ ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് സൂപ്പർ വെയിറ്റ് ഗെയിൻ ഫുഡാണ്. ഇതിലേക്ക് നമ്മൾ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് നവര റൈസിൻ്റെ പൊടിയാണ്. നിങ്ങൾക്ക് സാധാരണ പുട്ടുപൊടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ടാലും മതിയാവും. ബ്രൗൺ റൈസ് പൊടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ബ്രൗൺ റൈസിലാണ് കൂടുതൽ അയൺ കണ്ടൻറ്റും കാൽഷ്യം ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള റൈസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഞാൻ 2 ടേബിൾ സ്പൂൺ പൊടിയിലേക്ക് 1 ഗ്ലാസ് വാട്ടർ എന്ന കണക്കിലാണ് കേട്ടോ ഇത് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നല്ല കൺസിസ്റ്റൻസിയിൽ എനിക്കിത് കുറുകി കിട്ടുന്നുണ്ട്. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് മീലായിട്ടാണ് ഭാവിക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഡിന്നറായിട്ട് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈവനിങ് ഫുഡായിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. കുറച്ച് നേരം നമ്മളിതൊരു ചൂടാറാൻ വയ്ക്കുമ്പോൾ ഇതൊന്ന് തിക്കായി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്തിരി വെള്ളത്തോടു കൂടി നിങ്ങളൊന്ന് ഓഫ് ചെയ്യണം. ഞാൻ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വെയിറ്റ് ഗെയിനും നെയ്യ് മസ്റ്റായിട്ട് കൊടുക്കാവുന്ന ഒരു ഫുഡാണ്. ഒരു 8 മന്ത്സിന് ശേഷം നെയ്യ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. 6 മന്ത്സായ ബേബിക്ക് നെയ്യ് കൊടുക്കണം എന്നില്ല. 8 മന്ത്സ് ഒരു 7 മന്ത്സിന് എബോ നിങ്ങൾക്ക് പയ്യെ 1 ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്ത് ഒരു ടീസ്പൂണിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ വെയിറ്റ് ഗെയിനുള്ള ഏറ്റവും സൂപ്പർ ഫുഡാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടെ അടിക്കാൻ മറക്കരുത്. ലൈക്കും ഷെയറും ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ, സീ യു. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.